ആദ്യത്തെ ആപ്ലിക്കേഷന്റെ നെയിം എന്ന് പറയുന്നത് നത്തിങ് ഐക്കൺ പാക്ക് എന്നാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ട സമയത്ത്, അതായത് റിയൽമി GT6ന്റെ റിവ്യൂ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കയറി ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ആ ഒരു ഹോം സ്ക്രീനിൽ ഒന്ന് ഹോൾഡ് പ്രസ് ചെയ്തതിനു ശേഷം അവിടെ ഐക്കൺസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ കയറിയ ശേഷം ഈ ഒരു നത്തിങ് ഐക്കൺ പാക്ക് ഒന്ന് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈസിലി നമുക്ക് ഇതുപോലെ ആ ഒരു ഐക്കൺ പാക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. മേ ബി ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിലൊന്നും ഇത് ചിലപ്പോൾ ഒന്നും അപ്ലൈ ആകത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഒരു ഐക്കണിൽ ഒന്ന് ഹോൾഡ് പ്രസ് ചെയ്തതിനു ശേഷം അവിടെ എഡിറ്റിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് വേണ്ട ഐക്കൺ ഇതുപോലെ സെലക്ട് ചെയ്തതിനു ശേഷം സേവ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈസിലി ഏതൊരു ആപ്ലിക്കേഷൻ ഇതുപോലെ നമുക്ക് ആ ഒരു നത്തിങ് തീമിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. യൂസ് ചെയ്ത് നോക്കുക. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഐക്കൺ പാക്ക് ആണ്. ഞാൻ എൻ്റെ അടുത്ത് ഇത് ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. സോ ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ആപ്ലിക്കേഷന്റെ നെയിം എന്ന് പറയുന്നത് യൂട്ടിഫൈ എന്നാണ്. യൂട്ടിഫൈ എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇരുന്ന് മ്യൂസിക് കേൾക്കാൻ പറ്റുന്ന ഒരു, എന്താ പറയുക, സബ്സ്ക്രിപ്ഷൻ ഒന്നും കൊടുക്കാതെ മ്യൂസിക് കേൾക്കാൻ പറ്റുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, ഒരു മ്യൂസിക് ആപ്ലിക്കേഷനാണ്. എങ്ങനെയോ ഇപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് മേ ബി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് പോയേക്കാം. എനിവേ നമുക്കിപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇരുന്ന് മ്യൂസിക് കേൾക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അഡ്വർടൈസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് അക്കൗണ്ടിന്റെ ഒന്നും കാര്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി മ്യൂസിക് ഒക്കെ കേൾക്കാൻ പറ്റുന്നതാണ്. സോ സ്പോട്ടിഫൈയിലെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കേട്ട് തളർന്നിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. മൂന്നാമത്തെ ആപ്ലിക്കേഷന്റെ നെയിം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബിഹൈൻഡ് ഇമേജ് എന്നാണ്. അതായത് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഇമേജസിന്റെ ബാക്കിൽ അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ ബാക്കിൽ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഇമേജ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് വരും. നമുക്ക് വേണ്ട ഒരു ഇമേജ് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് വേണ്ട ഒരു ടെക്സ്റ്റ് അവിടെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇതുപോലെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് അവിടെ സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സബ്ജക്റ്റിന്റെ ബാക്കിലായിട്ട് ഈ ഒരു ടെക്സ്റ്റ് വന്ന് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ പെട്ടെന്ന് നമുക്കൊരു സ്റ്റോറി ഇടണം, നമുക്ക് ആ ഒരു എഫക്റ്റിൽ ഒരു സ്റ്റോറി ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ മേ ബി നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് വന്നേക്കാം. ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു എഫക്റ്റും കിട്ടും. നാലാമത്തെ ആപ്ലിക്കേഷന്റെ നെയിം എന്ന് പറയുന്നത് ബാക്ക് ഡ്രോപ്സ്. ഞാൻ ഒരുപാട് നാളായിട്ട് പറഞ്ഞു വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്, ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. ഞാൻ എൻ്റെ ഫോണുകളിൽ അല്ലെങ്കിൽ എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടുന്ന സ്മാർട്ട് ഫോണിലേക്ക് ആദ്യമേ കയറി ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു ബാക്ക് ഡ്രോപ്സ് എന്ന ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. ഒരുപാട് തരത്തിലുള്ള വാൾപേപ്പേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട്. ഒരുപാട് തരത്തിലുള്ള കാറ്റഗറീസും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന വാൾപേപ്പേഴ്സിന്റെ ക്വാളിറ്റി ആയിരുന്നാലും ആ ഒരു ഡീറ്റെയിൽസ് ആയിരുന്നാലും എന്താ പറയുക ഒരു സ്റ്റൈൽ ആയിരുന്നാലും ഭയങ്കര കിടിലുമാണ്. ഞാൻ എൻ്റെ പ്രൈമറി ഫോണിലും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത് ഈ ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വാൾപേപ്പേഴ്സ് ഒക്കെ ഭയങ്കര കാര്യമായിട്ടൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഫൈനൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലോഞ്ചറാണ്, യസ്ന ലോഞ്ചർ. ഇതെന്ന് പറയുന്നത് വളരെ മിനിമലായിട്ടുള്ള ഒരു ലോഞ്ചർ ആപ്ലിക്കേഷനാണ്. അതായത് ജസ്റ്റ് വലിയ കലാപരിപാടികളോ ഒന്നും തന്നെ ഇല്ല. വളരെ ഒരു ജസ്റ്റ് ഒരു സ്ക്വയറിന്റെ അകത്ത് ഒരു 3-4 ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ ഇതിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ നിന്ന് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് എന്താ പറയുക സെർച്ച് ചെയ്തെടുക്കാനായിട്ടും പറ്റും. അതുപോലെ തന്നെ ജസ്റ്റ് അവിടെ നിന്ന് റൈറ്റിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം അവിടെ കാണാനായിട്ട് പറ്റും. ഭയങ്കര മിനിമലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എന്നാൽ നമുക്ക് ആ ഒരു ചെറിയൊരു ആ ഒരു സ്ക്വയറിന്റെ അകത്ത് കിടക്കുന്ന ആ ഒരു ഡിസൈനിങ് ഉണ്ടല്ലോ, അത് കാണാനായിട്ട് ഭയങ്കര മിനിമലുമാണ്. എന്നാൽ എന്താ പറയുക കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് വലിയ ബഹളമൊന്നും ഇല്ലാത്ത ഒരു ഹോം സ്ക്രീൻ ആയിട്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന ഒരു ഫീലും കിട്ടും. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു ലോഞ്ചറും കൂടിയാണ്. ഭയങ്കര മിനിമലുമാണ്, ഭയങ്കര ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോഞ്ചറുമാണ്. വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോഞ്ചർ ആപ്ലിക്കേഷനാണ്. എനിവേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഐ നോ നമുക്ക് ഇതിൻ്റെ അകത്ത് വളരെ ഒരു മിനിമൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ഈ ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈസിലി കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എനിവേ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. സോ അതുവരത്തേക്കും ബൈ.